ഹായ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് ചില നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വുമൺ APO എന്ന് പറയുന്ന ആ പോസ്റ്റ്. അതേപോലെ തന്നെ BCom യോഗ്യതയുള്ള ആളുകൾക്ക് പറ്റിയ പോസ്റ്റാണ് ഇത് രണ്ടും. ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റും അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 363 ഉള്ളത്, ദെൻ കാറ്റഗറി നമ്പർ 364 അക്കൗണ്ടന്റ് ഗ്രേഡ് 2 എന്നുള്ള ആ ഒരു പോസ്റ്റും. ഇത് BCom ആണ് ഇതിന്റെ യോഗ്യത. അപ്പം അതിനെ കുറിച്ചൊന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. APO വിമൻ APO ആണ്, നിങ്ങൾക്കറിയാം ജയിൽ വകുപ്പാണ്. അപ്പൊ അതിന്റെ ബേസിക് പേ ഇതാണ്. ഇവിടെ പ്രതീക്ഷിത ഒഴിവുകൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക നോട്ടിഫിക്കേഷനുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഒഴിവിന്റെ എണ്ണം 1, 2, 10, 100 നോക്കിയിട്ടല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, നമുക്ക് ആ പോസ്റ്റിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആ നിലവാരത്തിലുള്ള പരീക്ഷയാണ്. നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 18 to 36 ആണല്ലോ. അപ്പം 2/1/1959, അതായത് 1959 ജനുവരി 1 ശേഷം ജനിച്ചവർ, അതായത് 2 അതിനുശേഷമോ 2-ാം തീയതി ഉൾപ്പെടും കേട്ടോ. അപ്പം 1959 ജനുവരി 2 അതിനുശേഷം ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ 1/1/2007 ആ തീയതിയിൽ ജനിച്ചവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷമുള്ള 2007 ശേഷമുള്ള ആളുകൾക്ക്, ഈ പറയുന്ന 1/1 ശേഷമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാലാണ് 18 വയസ്സാവുള്ളൂ. അപ്പോൾ 18-നും 36-നും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങൾക്കറിയാം OBC-ക്കാർക്ക്, ഈഴവ അല്ലെ, അതേപോലെയുള്ള വിഭാഗങ്ങൾക്കാർക്ക്, OBC-യിൽ വരുന്ന വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ വ്യത്യാസമുണ്ട്, കുറവുണ്ടാവും പ്രായപരിധിയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 2/1/86 അല്ലെ, അതുവരെ കിട്ടും. ഓക്കെ, 1/1/86 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ 2/1/86 ജനിച്ചവർക്കും അതിനുശേഷം ജനിച്ചവർക്കും OBC വിഭാഗത്തിലുള്ളവർക്ക് 3 വർഷം ഇളവുള്ളത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സെയിം ആയിരിക്കുമല്ലോ എല്ലാവർക്കും, 18 വയസ്സ് തന്നെ. അതേപോലെ SC വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്, SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ 5 കുറയ്ക്കുമ്പോൾ 84 അല്ലെ, 2/1/84 അതിന് ശേഷമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് വയസ്സിന്റെ കാര്യത്തിലുള്ളത്. ബാക്കി നിങ്ങൾക്കറിയാം, ഇത് 10th ലെവലാണ്, ഫിസിക്കൽ ഉള്ള ഒരു പരീക്ഷയാണ്. ഇതിന് ശാരീരിക അളവിൽ പ്രത്യേകിച്ചും 150 സെന്റിമീറ്റർ ഉയരാണ് വേണ്ടത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രത്യേക അളവില്ല, ഇതിന് വേണമെന്നാണ് പറയുന്നത്. 150 സെന്റിമീറ്റർ ആണ്. പിന്നെ കാഴ്ചശക്തി അടയാളപ്പെടുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതിന് മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതിനുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യം ഇതാണ്. സാധാരണ പോലെ 8-ൽ 5 എണ്ണം, ഈ 8 എണ്ണത്തിൽ 5 എണ്ണം നമ്മൾ നേടിയിരിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ നേടാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു ചിട്ടയായ പരിശീലനം വേണം അല്ലെ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കിട്ടൂലോ നോക്കിയിട്ട് മാത്രം പരിശീലിക്കാന്ന് വെക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇപ്പോഴേ ഈ രീതിയിലുള്ള ഒരു ചെറിയ പരിശീലനം സൈഡിലൂടെ കൊണ്ടുപോവുക. അതിനുശേഷം പിന്നീട് അത് ഒരു ത്വരിതമായ രീതിയിൽ എവിടെന്നെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അത് 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ദെൻ അപേക്ഷയുടെ അവസാന തീയതി എന്ന് പറയുന്നത് 15-ാം തീയതി വരെയാണ്. 15/10 വരെയാണ്. അതായത് ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റു 2 യോഗ്യതകളും BCom യോഗ്യതയുള്ളവർക്കാണ്. എനി ഡിഗ്രി അല്ലാതെ BCom യോഗ്യതയുള്ള ആളുകൾക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇതിലെല്ലാത്തിൻ്റെയും പരിശീലനം എൻട്രിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ 3 തസ്തികകളുടെയും കോഴ്സുകൾ എൻട്രിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ നിരക്കിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, എൻട്രി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങൾ വിളിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കോഴ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതിൽ ഗോൾഡ് ബാച്ചും നോർമൽ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം കാറ്റഗറി നമ്പർ 363 ഇതാണ്. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ്. അത് വിവിധ കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഉണ്ട്, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, അങ്ങനെ പല കമ്പനികളും ബോർഡുകളുമാണ് സർക്കാരിന്റെ ഇതിലുള്ള ബോർഡുകളും കമ്പനികളുമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ശമ്പള സ്കെയിലാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് ഇവിടെ ശമ്പള സ്കെയിൽ കൊടുക്കാത്തത്. ഇതും അതേപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവുകൾ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള തസ്തികളൊക്കെ വരിക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും, ഇതും അതേപോലെ തന്നെ അടുത്ത വരാൻ പോകുന്നതും പ്രായപരിധി സെയിം ആണ്, 18 to 36. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് അടുത്ത 3ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. BCom യോഗ്യതയാണ്. ഏതാണ്? കാറ്റഗറി നമ്പർ 364. ഓക്കെ, അത് അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ തസ്തികയുടെ പേരുകൾ. ഇതേപോലെ തന്നെ കമ്പനി, ബോർഡ്, കോർപ്പറേഷനുകൾ എന്നിവയിലേക്കുള്ളതാണ്
അതിൽ ഏതൊക്കെയാണ് എന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതേപോലെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇങ്ങനെയുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനുകളാണ്. അപ്പോൾ ഇവിടങ്ങളിലുള്ള അക്കൗണ്ടന്റ് പോസ്റ്റാണ്. അതിന് യോഗ്യത എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ BCom ആണ്. അപ്പം BCom യോഗ്യതയുള്ള നിങ്ങൾക്ക് ഇതിനും അപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്നും പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രം കാണുന്നതുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നേടാനും പറ്റും. ഇതിന്റെ ഒക്കെ അപേക്ഷയുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒക്ടോബർ 15 തന്നെയാണ്. ഓക്കെ, ബുധനാഴ്ചയാണ്, രാത്രി 12 മണി വരെ. ആ ടൈം വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ ചെയ്യുക, അവസാനത്തേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അല്ലാതെ ഇനി അടുത്ത ഘട്ടത്തിൽ അല്ലെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി വീണ്ടും കാത്തിരുന്ന് അടുത്ത ഘട്ടത്തിൽ അല്ലെ ഇപ്പൊ ചുമ്മാ അപ്ലൈ ചെയ്തിട്ടു എന്നിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അഡ്മിഷൻ തീയതി വരും, പരീക്ഷാ തീയതി വരും, അന്ന് പഠിക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് അഡ്മിഷൻ ടിക്കറ്റ് വരും, അന്ന് പഠിക്കാൻ തുടങ്ങാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കുറച്ച് ദിവസം പഠിക്കാം. ഒരു കാര്യമില്ല. അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. നന്നായിട്ട് ഇപ്പോഴേ തയ്യാറെടുത്താലാണ് ഏതൊരു PSC പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തുക. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, ബൈ.